രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്കൊപ്പം ഉള്ളത്. കണ്ണൻ മാമൻ എന്നൊരു പേരുണ്ട്. കണ്ണൻ എന്നാണ് പേര്. കറക്റ്റ് കേട്ടോ. കൃഷ്ണനല്ലേ? നാട്ടുകാർക്ക് മുഴുവൻ ആരാധനയാണ്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? കേൾക്കും. ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിലന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം. വീട്ടമ്മയായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച മെസ്സഞ്ചർ ചാറ്റുകളിലെ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കയ്യിന്ന് പോയടാ ചാർലി. സ്കൂളിൽ പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിലന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് കുറച്ച് നാളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീത്തയാക്കും. പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ വികാരങ്ങളാണ്. അവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ആരെ ശ്രീകുമാറോ? അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാർ. നമുക്കതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട്. ചേരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമമുണ്ട്. നീ ഞരമ്പ് വല്ലതും ആണോ? ഞരമ്പ്. ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ഹൃദയബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാവർക്കും സാധ്യതയുണ്ട്, ആരും പിന്മാറരുത്. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ട് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇവിടെ നാട്ടില് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും. പിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, നീ ഒന്നെങ്കിൽ ഹൈദരാബാദിലേക്ക് പോകാം അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാം എന്ന 2 മെസ്സേജുകളാണ് എനിക്ക് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പുതിയ പരാതി എഴുതിക്കോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.